ഹലോ! ഇന്ന് സൺഡേ ആയിട്ട് നല്ല മഴയാണ് ട്ടോ. നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ്. അപ്പൊ അപ്പൂസ് മഴ കണ്ട് തന്നെ ഇരിക്കുകയാണ് ട്ടോ. പിന്നെ ദേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ പാത്രങ്ങളായിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സൺഡേ ആയിട്ട് ഇന്നൊരു ചിക്കൻ റോസ്റ്റും ഗീ റൈസ് ഉണ്ടാക്കാം ട്ടോ. അപ്പോൾ ദേ അപ്പൂസ് എന്താന്ന് പറഞ്ഞിട്ട് എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന്റെ പാത്രമായിട്ട് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമുക്ക് ദോശയും സാമ്പാറും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഗീ റൈസിന് വീട്ടിൽ അരി ഞാൻ അളന്നെടുക്കുന്നുണ്ട്. 2.5 ഗ്ലാസ് അരിയായിട്ട് ഞാൻ എടുക്കണുള്ളൂ. പിന്നെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ അപ്പൂസിനും പൊന്നൂസിനും ഗീ റൈസ് മതിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ സാധാ ചോറും ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചിട്ട് നന്നായി ചിക്കൻ നന്നായി തിരുമ്പി ക്ലീൻ ആക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി ചിക്കൻ ഞാൻ ഇന്നലെ മേടിച്ച ചിക്കൻ കേട്ടോ. പകുതി ചിക്കൻ എടുത്തിട്ട് ഞാൻ ഇന്നലെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് റോസ്റ്റിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും ചേർത്ത് നന്നായി തിരുമ്പി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർക്കുന്നുണ്ട് ഇതിലേക്ക്. പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഗീ റൈസ് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ. ഒരു പാത്രം വെച്ച് ഗീ ഒഴിച്ചിട്ട് നമുക്കത് മസാലകളൊക്കെ പൊട്ടിക്കണ മസാല ഉണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് അത് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമ്മൾ അരി ഇടും കേട്ടോ. തിളച്ച് കഴിയുമ്പോൾ ഉപ്പും ചേർക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേഗം അരിപ്പൊടി ചേർത്ത് മിക്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ ചിക്കൻ വറക്കണതിലേക്ക്. അങ്ങനെ ഒരു സൈഡിൽ ഗീ റൈസ് ആയിട്ടുണ്ട്, ഒരു സൈഡിൽ ചിക്കൻ വറക്കണതും ആയിക്കൊണ്ടിരിക്കാനായിട്ട്. രണ്ടും അടുപ്പിൽ വെക്കുന്ന കാരണം പെട്ടെന്ന് രണ്ടും കൂടി പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അപ്പൂസിനും പൊന്നൂസിനും ഗീ റൈസ് മതി എന്നാണ് കേട്ടോ പറയണത്. അപ്പം ഞാൻ വെള്ളച്ചോറ് വെച്ചാൽ സാധാ ചോറ് ഞാൻ വേറെ കുക്കറിൽ ഇടുന്നുണ്ട്. എനിക്ക് ഗീ റൈസ് കഴിക്കാൻ വേണ്ടി താല്പര്യമില്ല കേട്ടോ ഇന്ന്. അത് കാരണം ഇപ്പോൾ കാലത്ത് സാമ്പാർ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ വെള്ളച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് കുക്കറിൽ. അപ്പോൾ അതിന് ശേഷം ഗീ റൈസ് ആയ ശേഷമായിട്ട് ഞാൻ കുക്കറിലേക്ക് അരി ഇട്ടിട്ട് കഴുകി ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ വറുത്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വന്ന വെളിച്ചെണ്ണയിലേക്ക് ഞാൻ സവാളയും പച്ചമുളകും ചേർത്ത് വഴറ്റിയെടുക്കുമ്പോൾ അതിലേക്ക് വേപ്പില കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. വേപ്പില പൊന്നൂസിനോട് പൊട്ടിച്ചുകൊണ്ടാണ് ഞാൻ പറയണത്. അങ്ങനെ വേപ്പില പൊന്നൂസ് വേഗം പൊട്ടിച്ചു കൊണ്ടുവന്നു. അങ്ങനെ അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കണം കേട്ടോ. മിക്സ് ആക്കി നന്നായി മൂത്തതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ചേർക്കണം. അപ്പം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാല ഇതാട്ടെ പൊടികൾ ഇട്ടിരുന്നത്. നന്നായി എല്ലാം അത് നന്നായി പച്ചമുളക് മാറി നല്ല റോസ്റ്റായി വരണം കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ച ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിനുശേഷം ഉപ്പൊക്കെ ഇട്ട ശേഷം നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ചിക്കൻ വറുത്തതും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരും. മല്ലിയില കഴിഞ്ഞിരിക്കുകയായിരുന്നു, അത് കാരണം മല്ലിയില ഇല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇളക്കി സെറ്റാക്കി എടുക്കണം. ഉപ്പ് അത്യാവശ്യത്തിന് ഇട്ട് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സലാഡ് റെഡി ആക്കിയിട്ടുണ്ട്. തൈരും ഉപ്പും സവാളയും പച്ചമുളകും ചേർത്തൊരു സലാഡ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെ പാത്രം അടച്ചു വെക്കാം കേട്ടോ. പിന്നെ അതേ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്കത് ഊറ്റിയെടുക്കണം. പിന്നെ ഇതേ വേഗമേ ഗ്യാസ് അടുപ്പ് ഞാൻ തുടച്ചിരുന്നുണ്ട്. എനിക്ക് ഏതൊരു പണി കഴിഞ്ഞാലും ഗ്യാസ് അടുപ്പ് തുടച്ചതിന് ശരിയുണ്ട്. പിന്നെ കൈ തുടയ്ക്കുന്ന ഒരു തുണിയോട് വെച്ചിട്ടുണ്ട് ഓൾറെഡി. എന്നെ എപ്പോഴും മേത്ത് തുടയ്ക്കുന്നത് കണ്ടിട്ടുള്ളൂ. പിന്നെ ഇതേ സാമ്പാറിൻ്റെ കുക്കറിൽ നിന്ന് സാമ്പാർ വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിളിൽ വെക്കണം ഞാൻ ഒരു ചില്ലിൻ്റെ ഗ്ലാസ്സുകളുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ചിടണം കേട്ടോ. തുടച്ചിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഞാൻ തുടച്ചിടാനൊന്നും ഇല്ല, ഡെയിലി തുടച്ചിടുന്നതാണ്. അന്നേരം അതൊക്കെ മാറ്റി ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പൂസിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൂസ് തൈരൊന്നും കഴിക്കില്ല, പഴം കഴിക്കില്ല, തൈര് കഴിക്കില്ല, പപ്പടം കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ കുട്ടി. അപ്പോൾ അത് കാരണം അപ്പൂസിന് തൈര് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ചിക്കനും ഗീ റൈസും മാത്രം കൊടുത്തിട്ടപ്പോൾ നല്ലൊരു ശബ്ദം പുറത്ത് കേട്ടപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കണം കേട്ടോ. അപ്പം നോക്കിയപ്പോൾ നല്ല മഴയും നല്ല കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. പിന്നെ ഇടിവാളൊന്നും ഇടി വെട്ടാത്ത കാരണം ഞാൻ അവിടെ പുറത്ത് കുറച്ച് നേരം കാറ്റ് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് ഇടി വെട്ടുന്നത് ഭയങ്കര പേടിയുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ പണ്ടൊക്കെ ഇഷ്ടം പോലെ മഴ കൊണ്ടിട്ടുണ്ട് കേട്ടോ. അന്നൊന്നും ഒരു അസുഖം വരില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മഴ കൊള്ളുമ്പോഴേക്കും നമുക്ക് ജലദോഷം കഫക്കെട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.